UDF പ്രവേശനത്തിന് സമ്മർദ്ദ തന്ത്രവുമായി PV അൻവർ. UDF പ്രവേശനത്തിൽ 2 ദിവസത്തിനകം തീരുമാനമെടുത്തില്ലെങ്കിൽ PV അൻവർ നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് അറിയിച്ചു. അൻവറിന്റെ വിലപേശലിൽ വഴങ്ങേണ്ടെന്നും മുന്നണി സഹകരണം എന്നതിലപ്പുറം മറ്റൊരു നടപടി വേണ്ടെന്നുമുള്ള നിലപാടിലാണ് UDF നേതൃത്വം. PV അൻവർ UDFൽ ഉണ്ടാകുമെന്ന് കെ സുധാകരൻ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്റെ അഭിപ്രായം തള്ളിയ UDF നേതൃത്വത്തോട് പുതിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് PV അൻവർ. മുന്നണി പ്രവേശനമില്ലാതെ മറ്റു ഒത്തീർപ്പിനുമില്ലെന്നാണ് അൻവറിന്റെ നിലപാട്. നിലമ്പൂരിൽ മത്സരിക്കുമെന്ന ഭീഷണിയും അൻവർ മുഴക്കി. തീരുമാനമെടുക്കുന്നതിന് 2 ദിവസത്തെ സമയം ഞങ്ങൾ UDF നേതൃത്വത്തിന് നൽകുകയാണ്. ആ 2 ദിവസം കഴിഞ്ഞാൽ നിലമ്പൂരിൽ ശ്രീ PV അൻവർ മത്സരരംഗത്തുണ്ടാവും. മുസ്ലിം നേതാക്കളെ കണ്ട് സമവായ സാധ്യതയും PV അൻവർ ആരായുന്നുണ്ട്. അല്ല, അതൊക്കെ പറയാൻ സമയമാവുന്നല്ലേ ഉള്ളൂ. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ എന്താ പറയാ ഗുജറാത്ത് സാഹിബിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ PV അൻവറിനോട് വിട്ടുവീഴ്ചയ്ക്കില്ലെന്നാണ് UDF നിലപാട്. മുന്നണിയുമായി PV അൻവറിനെ സഹകരിപ്പിക്കാനും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാനുള്ള നേരത്തെ എടുത്ത തീരുമാനത്തിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട എന്നാണ് UDF നേതാക്കൾ പറയുന്നത്. PV അൻവറിനോട് കോൺഗ്രസ് നേതൃത്വവും കടുത്ത നിലപാടിലാണ്. ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ വെല്ലുവിളിക്കുന്നയാളെ എങ്ങനെ UDF ഘടകകക്ഷിയാക്കും? സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള അൻവറിന്റെ പ്രതികരണം അതിരുവിട്ടതാണെന്നും കോൺഗ്രസ് നേതൃത്വം കരുതുന്നു. അതേസമയം മുൻ KPC അധ്യക്ഷൻ കെ സുധാകരൻ അൻവറിനെ സഹകരിപ്പിക്കണമെന്ന നിലപാടിലാണ്. ഇന്നലെ മഞ്ചേരിയിൽ വെച്ച് സുധാകരൻ അൻവറുമായി കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ പരമാവധി സംരക്ഷിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട്. ഞാനതിന് കൂടെയുണ്ട്. അൻവർ ഞാനും തമ്മിൽ പേഴ്സണൽ ബന്ധമുണ്ട്. വർഷങ്ങളായി പഴക്കമുള്ള പേഴ്സണൽ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് സ്നേഹമസൃഢമായ ഒരു റിലേഷൻഷിപ്പ് ഐക്യജനാധിപത്യ മുന്നണിയിൽ അൻവറിനെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കും. PV അൻവർ മാറി നിൽക്കുന്നത് UDFന് പരിക്കുകൾ ഉണ്ടാക്കും. എന്നാൽ ഈ വിലപേശൽ നിന്നു കൊടുക്കുന്നത് അതിനേക്കാൾ അപകടകരമാകുമെന്നാണ് UDF നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വിവിധ ബ്യൂറോകൾക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, നിലമ്പൂർ.